ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അഭിഷേകാണ്. ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഡൊമിനോർ എടുത്തിട്ട് ഇന്ന് കറക്റ്റ് 1 വർഷമായിട്ടുണ്ട് കേട്ടോ. അപ്പം 1 വർഷം കൊണ്ട് ഞാൻ ഡൊമിനോർ 250 അതായത് വരുത്തിയുള്ള മാറ്റങ്ങളും നമ്മുടെ ഡൊമിനോർ എനിക്കെങ്ങനെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ അല്ലെങ്കിൽ എനിക്കെന്തെങ്കിലും വേറെ ഡിസ്കംഫർട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അതായത് ഡൊമിനോറിൻ്റെ 1 ഇയർ യൂസർ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോണത്. നിങ്ങളുടെ ഫ്രണ്ട്സിൽ ഡൊമിനോർ എടുക്കുന്ന ഡൊമിനോർ 250 യൂസ് ചെയ്യുന്നതായിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഡൊമിനോർ 250 എനിക്ക് കിട്ടിയിട്ടുള്ള പണികളും അല്ലെങ്കിൽ എനിക്ക് വലിയ പണികളൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഞാൻ ഇതിൽ സാറ്റിസ്ഫൈഡ് ആണോ എന്നൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു ഡൊമിനോർ 1 ഇയർ യൂസർ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഞാൻ ഡൊമിനോർ യൂസറാണ്. സോ ഡൊമിനോർ 250 1 ഇയർ യൂസർ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ വീഡിയോയിലോട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഈ വീഡിയോയിലോട്ട് പോകുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്താണ് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ ലഭിക്കത്തുള്ളൂ. നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ വണ്ടി ഫുള്ള് കച്ചറായിട്ടിരിക്കുകയാണ് കേട്ടോ. അതായത് മൊത്തം ചെളിയടിച്ച് ഫുള്ള് അലുമ്പായിട്ടിരിക്കുകയാണ്. കാരണം 2 ദിവസം മുന്നേ ഞാൻ ആലപ്പുഴയിലോട്ട് ഒരു ചെറിയ റൈഡ് പോയിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഭാഗമായിട്ട് വണ്ടി മൊത്തം ചെളി അടിച്ചിരിക്കണം. നമുക്ക് യൂസർ എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് മുന്നേ വണ്ടി മൊത്തത്തിലൊന്ന് വാഷ് ചെയ്തെടുക്കണം കേട്ടോ. നമുക്ക് ഏതെങ്കിലും സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് വണ്ടി മൊത്തത്തിലൊന്ന് വാഷ് ചെയ്തെടുക്കണം. കാരണം നമ്മുടെ വണ്ടി വാച്ചപ്പ് എങ്ങനെയുണ്ടെന്ന് അതുപോലെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. എന്നാലും നമുക്ക് വണ്ടി സർവീസ് ചെയ്തിട്ട് വരാം. ഗൈസ്, നമ്മളങ്ങനെ വണ്ടി സർവീസൊക്കെ ചെയ്ത് നല്ല സുന്ദരനാക്കിയിട്ട് നമ്മൾ തിരിച്ച് നമ്മൾ നേരത്തെ നിന്ന് അതേ സ്പോട്ടിൽ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതെൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു സ്പോട്ടാണ്. സോ നമ്മളങ്ങനെ നേരത്തെ നിന്ന് അതേ സ്പോട്ടിൽ തന്നെ എത്തിയിട്ടുണ്ട്. സോ നമ്മളിത് ഇവിടെ നിന്ന് തുടങ്ങാനായിട്ട് നമ്മുടെ ഡൊമിനോർ എടുത്തിട്ട് ഞാൻ 1 ഇയർ കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ മാക്സിമം ആഡ് ചെയ്യാം കേട്ടോ. ആദ്യം തന്നെ പറയാനുള്ളത് നമ്മുടെ ഡൊമിനോറിൻ്റെ ആ ഒരു ലുക്കാണ് കേട്ടോ. ഞാൻ ഈ വണ്ടി എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഈ വണ്ടി നിലവിലും ഇരിക്കുന്നത്. ഇനിയാണ് ഞാൻ ഈ വണ്ടി കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പോകണം. അതായത് ഞാൻ ഈ വണ്ടിയിൽ കുറച്ച് വർക്കൊക്കെ പയ്യെ ചെയ്ത് കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. അതായത് നമ്മുടെ ബാക്ക് ടെയിൽ കട്ട് ചെയ്തൊരു ടയർ ഹാഗറൊക്കെ വെച്ച് നമ്മുടെ ആ ടെയിൽ ടൈഡൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കണമെന്നുണ്ട്. മാക്സിമം ഞാൻ അതൊക്കെ വരും വീഡിയോസിൽ ഞാനതൊക്കെ ആഡ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതൊക്കെ ആയിരിക്കും ഇനി നമ്മുടെ വീഡിയോസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ വീഡിയോസ് മൊത്തം ഡൊമിനോറിൻ്റെ കസ്റ്റമൈസേഷൻ ആയിരിക്കും. പിന്നെ നമ്മുടെ ഫ്രണ്ടിലത്തെ നമ്പർ പ്ലേറ്റ് ഞാൻ ഇടയ്ക്ക് നമ്മുടെ മഡ് ഗാർഡിൻ്റെ മുകളിലായിട്ട് നമ്മുടെ നമ്പർ പ്ലേറ്റ് ഹോൾഡറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ടൂറിംഗ് നമ്പർ പ്ലേറ്റ് ഹോൾഡറാണ്. അതായത് ഒരു വണ്ടിയുടെ ലുക്കിന് അത്യാവശ്യം നല്ല രീതിക്ക് മാറ്റം കൊടുക്കും കേട്ടോ. ഈ ഒരു നമ്പർ പ്ലേറ്റ് ഹോൾഡർ വച്ച് ഈ ഒരു നമ്പർ സെറ്റ് ചെയ്യുമ്പം, അതായത് ഞാൻ ഈ സാധനം വാങ്ങിച്ചത് നമ്മുടെ JB റൈസിങ്ങിൻ്റെയാണ്. ഇതിന് ഏകദേശം 700 സംതിങ് രൂപ റേറ്റ് പറഞ്ഞുകൊണ്ട് കേട്ടോ. JB റൈസിങ്ങിൻ്റെ പ്രോഡക്റ്റാണ്. അത്യാവശ്യം നല്ല സ്ട്രോങ്ങസ്റ്റ് ആയിട്ടും ബിൽഡ് ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് തന്നെയാണത്. അടുത്തതായിട്ട് ഞാൻ ഈ വണ്ടിയിൽ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ JB റൈസിങ്ങിൻ്റെ തന്നെ ഒരു മൊബൈൽ ഹോൾഡർ സെറ്റ് ചെയ്തിട്ടുണ്ട്. JB റൈസിങ്ങിൻ്റെ സെയിം സാധനമാണ്. JB റൈസിങ്ങിൻ്റെ മൊബൈൽ ഹോൾഡർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ RCBയുടെ ഹാൻഡിൽ ഗ്രിപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം. ഇതൊക്കെ ഞാൻ റീസെൻ്റ്ലി സെറ്റ് ചെയ്ത സാധനമാണ് നമ്മുടെ RCBയുടെ ഹാൻഡിൽ ഗ്രിപ്പ്. പക്ഷേ ഇതെനിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ല കേട്ടോ. ഞാനിത് വൈകാതെ തന്നെ ചേഞ്ച് ചെയ്ത് നമ്മുടെ ഡ്യൂക്ക്, അതായത് KTM ഡ്യൂക്ക് 200ൻ്റെ ഹാൻഡിൽ ഗ്രിപ്പുണ്ട് ഇത്രയും വരുന്ന. സോ അത് സെറ്റ് ചെയ്യണമെന്നുണ്ട്. ഇതെനിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ല കേട്ടോ. കാരണം കയ്യിൽ ഇവിടെയൊക്കെ ചെറിയൊരു വേദനയൊക്കെ, അതായത് നമ്മുടെ ഒരഞ്ഞൊരു ചെറിയ വേദനയൊക്കെ പറഞ്ഞുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ RCBയുടെ ഹാൻഡിൽ ഗ്രിപ്പിൽ ഒട്ടും കംഫർട്ടബിൾ അല്ല. പിന്നെ ഞാൻ 2 മിററൊക്കെ ഇപ്പോഴും വെച്ചിട്ടുണ്ട് കേട്ടോ. സോ നമ്മുടെ വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റിയാണ് ആദ്യം തന്നെ പറയാൻ പോകുന്നത് കേട്ടോ. സംഭവം അത്യാവശ്യം നല്ല സൂപ്പർ ബിൽഡ് ക്വാളിറ്റിയാണ് കേട്ടോ. ഓരോ പാർട്സ് 1 by 1 എടുത്താലും ബിൽഡ് ക്വാളിറ്റി മാരകമാണ്. നമ്മുടെ പഴയ ഡോമിനറിനെ അപേക്ഷിച്ച് പുതിയ ഡോമിനർ BS6 അവർ മിററൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അലായ് മിററൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പഴയ മിറർ എന്ന് വെച്ചാൽ ഒരു നമ്മുടെ നോർമൽ മിററാണ്, നമ്മുടെ NS-നൊക്കെ പറഞ്ഞ മിററാണ് പഴയ മിറർ കേട്ടോ. പക്ഷേ ഈ ഒരു മിറർ നമുക്ക് വൈബ്രേഷനൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് 1 ഇയർ യൂസർ എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് നമ്മുടെ വണ്ടിയുടെ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒരു റിവ്യൂ പോലെ ചെയ്യേണ്ട ആവശ്യമില്ല. ബിൽഡ് ക്വാളിറ്റിയിൽ ഞാൻ പറയുമ്പോൾ വെച്ചാൽ നമ്മുടെ ക്രാഷ് ഗാർഡ് ബിൽഡ് ക്വാളിറ്റി അത്യാവശ്യം കുറവാണ് കേട്ടോ. അതായത് അകം പൊള്ളയായിട്ടുള്ളൊരു ക്രാഷ് ഗാർഡാണ്. വെയ്റ്റ്ലെസ്സിൻ്റെ ഭാഗമായിട്ട് അതൊരു പൊള്ളയായിട്ട് വരും. പക്ഷേ നമ്മുടെ വണ്ടി വെയ്റ്റ്ലെസ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളൊരു വണ്ടിയാണ്. 183 കിലോ അടുപ്പിച്ച് നമ്മുടെ ഡോമിനർ 250യുടെ വെയിറ്റ് പറഞ്ഞുണ്ട്. അപ്പം ഈ വെയിറ്റ് ക്യാരി ചെയ്യാൻ പറ്റുമെന്നുള്ളവരാണ് ഡോമിനർ എടുക്കാനുള്ളത് കേട്ടോ. ഒരുപക്ഷെ എല്ലാവർക്കും ഈ ഒരു വെയിറ്റ് ക്യാരി ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ അങ്ങനെയുള്ള ഒരു മാക്സിമം ഡോമിനർ എടുക്കാതിരിക്കാൻ കേട്ടോ. അതായത് ഡ്യൂക്ക് 250 ജിക്സർ 250 അങ്ങനെയുള്ള 250 സീരീസിലെ വേറെ വണ്ടികളൊക്കെ എടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഡൊമിനോർ 250 എന്ന് വെച്ചാൽ ഒരു ടൂറിംഗ് സ്പോട്ട് ബൈക്കാണ് കേട്ടോ. അതായത് നമുക്ക് ടൂറിങ്ങിനും സ്പോർട്സിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ബൈക്കാണ്. പക്ഷേ അത്യാവശ്യം വെയിറ്റ് ഉള്ളൊരു വണ്ടിയാണ് കേട്ടോ. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഹൈവേ ക്രോസിംഗ് ഒക്കെ നമുക്ക് എന്തായാലും ഒരു റൈഡ് എടുത്ത് അതിൽ ഞാൻ പറഞ്ഞുതരാം എത്രയാണ് നമ്മുടെ വണ്ടിയിൽ വരുത്തിലുള്ള രൂപങ്ങളിൽ വരുത്തിലുള്ള മാറ്റം കേട്ടോ. ഈ ഒരു 1 ഇയർ കൊണ്ട് ഞാൻ വരുത്തിയിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഹാൻഡിൽ ഗ്രിപ്പ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്.
മൊബൈൽ ഹോൾഡർ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഫ്രണ്ടിലത്തെ നമ്പർ പ്ലേറ്റ് ഹോൾഡർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത്രയാണ് ഞാൻ ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ള മാറ്റം. പിന്നെ ഒരു മാറ്റം ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഹാൻഡിൽ റൈസ് ചെയ്തിട്ടുണ്ട്. അതായത് 1 ഇഞ്ചിൻ്റെ ഹാൻഡിൽ റൈസർ വെച്ച് ഹാൻഡിൽ റൈസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഹാൻഡിൽ റൈസർ കേട്ടോ. ഇതാണ് നമ്മുടെ യൂസ് ചെയ്തിരിക്കുന്ന ഹാൻഡിൽ റൈസർ. അത് വെച്ച് നമ്മുടെ ഹാൻഡിൽ അല്പം പൊക്കിയിട്ടുണ്ട്. അപ്പം ഓട്ടിങ് കുറച്ചൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയാണ് അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ മിക്ക ഡോമിനർ ഓണേഴ്സും പറയാനുള്ളതാണ് നമ്മുടെ ഇൻഡിക്കേറ്റർ പൊട്ടുന്ന ഇഷ്യൂ. പക്ഷേ എനിക്കിതുവരെ ഇൻഡിക്കേറ്റർ പൊട്ടിയിട്ടൊന്നുമില്ല. നമ്മുടെ സ്റ്റോക്ക് ഇൻഡിക്കേറ്റർ തന്നെയാണ് 4 ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഈ വണ്ടിയിൽ എനിക്ക് വന്നിട്ടുള്ള പണികളെന്ന് വെച്ചാൽ, ഒരിക്കൽ നമ്മുടെ ടൈമിംഗ് ചെയിനിൻ്റെ വിഷയം വന്ന് അങ്ങനെ നമ്മൾ ഒരിക്കൽ അത് മാറി. ആ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് മാറി, പക്ഷേ 2 ദിവസം അവർ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ടൈമിംഗ് ചേഞ്ച് ചെയ്യാനായിട്ട് അവർ 2 ദിവസം ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. അതെന്തായാലും സർവീസ് സെൻറ്റർ ഭാഗത്തു നിന്നുള്ള ഒരു പിഴയാണ്. പക്ഷേ നമുക്കത് പറയാനൊന്നും പറ്റില്ല. അവർക്ക് എന്തെങ്കിലും വേറെ പണികളൊക്കെ ഉണ്ടെങ്കിൽ അവർ തരാനായിട്ട് താമസിക്കും കേട്ടോ. പിന്നെ അത് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ ക്ലച്ച് ലിവർ ഒരിക്കൽ എൻ്റെ കയ്യിൽ നിന്ന് വണ്ടി മറിഞ്ഞുകൊണ്ട് ക്ലച്ച് ലിവർ ഒരിക്കൽ പൊട്ടിയിട്ടുണ്ട്. അങ്ങനെ അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ക്ലച്ച് ലിവർ ഇട്ടപ്പോൾ മാക്സിമം സ്റ്റോക്കായിട്ടുള്ള ക്ലച്ച് ലിവറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു വൈബ്രേഷൻ വരില്ല കേട്ടോ. നമ്മുടെ വണ്ടി അത്യാവശ്യം നല്ല ഒരു ക്രൂസിങ് സ്പീഡിൽ കയറുമ്പോൾ ഈ ക്ലച്ച് ലിവർ ഇടുന്ന് ഇങ്ങനെ അടിക്കും. നല്ല വൈബ്രേഷൻ ആയിരിക്കും ഈ ഒരു ഭാഗം. അത് ഞാൻ ഈ ക്ലച്ച് ലിവർ മാറ്റി ഞാൻ ഷോറൂമിൽ തന്നെയാണ് ചേഞ്ച് ചെയ്തിട്ടുള്ളത്. എന്നിട്ടും ഈ ഒരു വൈബ്രേഷൻ വരണുണ്ട് കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നു അതങ്ങ് റെക്ടിഫൈ ചെയ്യാനൊക്കെ പറ്റുമായിരിക്കും. പിന്നെ നമ്മുടെ ഡൊമിനോറിൽ വൈബ്രേഷൻ വരുന്ന വേറൊരു പാർട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ടാങ്കാണ് കേട്ടോ. ടാങ്കിൻ്റെ ഈ ഒരു പാർട്ടിൽ നിന്ന് വൈബ്രേഷൻ വരുന്നുണ്ട്. അതൊക്കെ ഞാൻ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഡൊമിനോറിൻ്റെ വൈബ്രേഷൻ എങ്ങനെ കുറയ്ക്കാമെന്നൊക്കെ അടുത്തൊരു പാർട്ടായിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതും ഞാൻ റെക്ടിഫൈ ചെയ്യാനുള്ള മാർഗ്ഗമൊക്കെ കണ്ടിട്ടുണ്ട്. സോ നമ്മൾ ഇനി തൊട്ട് തുടങ്ങാനായിട്ട് നമ്മുടെ ഡൊമിനോർ കസ്റ്റമൈസ് ചെയ്യാനായിട്ട്, അതായത് 1 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഡൊമിനോർ എടുത്തിട്ട് 1 വർഷം കഴിഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ഇനി തൊട്ട് തുടങ്ങുകയാണ്. നമ്മൾ ഡൊമിനോർ കസ്റ്റമൈസ് ചെയ്ത് വേറൊരു ലുക്കിലോട്ട് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പെയിൻറ്റ് സ്കീം റെഡ് ആയിരിക്കും. റെഡിൽ വേറൊരു ഫിനിഷിങ് കൊണ്ടുവന്ന് ചെയ്യാനായിരിക്കും ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ ഈ ഒരു ടാങ്ക് ഹൗളിലൊക്കെ ഈ ഒരു റെഡ് അപ്ലൈ ചെയ്യും കേട്ടോ. അതായത് ഈ ഒരു സിൽവറൊക്കെ മാറ്റി ഇവിടെ ഒരു റെഡൊക്കെ അപ്ലൈ ചെയ്ത് ഈ ഒരു റെഡിയാണ് ഞാൻ ഇതിൽ കൊണ്ടുവരും കേട്ടോ. ഇതിൽ റെഡ് ഒരു പ്രത്യേകത റെഡാണ്. സോ ഈ റെഡ് എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇതേ റെഡിൽ തന്നെ ഞാൻ കസ്റ്റമൈസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും കേട്ടോ. പിന്നെ ബാക്ക് ടയർ നമ്മുടെ ടെയിൽ ടൈഡ് കട്ട് ചെയ്തിട്ട് ടെയിൽ ഇവിടെ സെറ്റ്, നമ്മുടെ നമ്പർ പ്ലേറ്റ് ഇവിടെ സെറ്റ് ചെയ്ത് ഒരു ടയർ ഹഗറൊക്കെ വാങ്ങി സെറ്റ് ചെയ്ത് വയ്ക്കും കേട്ടോ. വേറൊന്നും ഞാൻ വലുതായിട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. പിന്നെ നമ്മുടെ RC ഇവിടെ ക്ലച്ചും ബ്രേക്കും കയറ്റണമെന്നുണ്ട്. അതൊക്കെ എന്തായാലും ഇപ്പോൾ ഫണ്ടൊന്നുമില്ല. ഫണ്ടൊക്കെ സെറ്റായിട്ട് നമ്മൾ അതും കൂടെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ പയ്യെ നമ്മൾ വണ്ടിയിൽ ഓരോരോ അപ്ഡേഷൻസ് കൊണ്ടുവരുന്നതായിരിക്കും. എന്തായാലും നമുക്കിനി പയ്യെ ഇവിടെ നിന്ന് ചലിക്കാം കേട്ടോ. എന്തായാലും നമുക്കിനി ബാക്കി ഞാൻ റൈഡ് എടുക്കുമ്പോൾ അതിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മളെ വണ്ടി 1 ഇയർ കൊണ്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ എന്നൊക്കെ വെച്ചിട്ടുള്ളത് ഞാൻ എന്തായാലും വണ്ടി റൈഡ് എടുക്കുമ്പോൾ പറഞ്ഞുതരാം. എനിക്ക് പിന്നെ വണ്ടിയിൽ വേറെ പണികളും എന്ന് പറയുന്നത് ഒരു ടൈമിംഗ് ചെയിൻ്റെ വിഷയം മാത്രമേ വന്നിട്ടുള്ളൂ. വേറെ ഒരു പണിയും എനിക്ക് നിലവിൽ കിട്ടിയിട്ടില്ല. പിന്നെ നമ്മുടെ ഷോറൂമിൻ്റെ ഭാഗത്തു നിന്നായാലും ഷോറൂമും എനിക്ക് അത്യാവശ്യം നല്ല ഓക്കെയാണ്. ഞാനിപ്പോൾ നമ്മുടെ വണ്ടികൾ നിലവിൽ സർവീസിന് കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മുടെ പൈനിയർ ബജാജിലാണ് കേട്ടോ. കൈമനത്തുള്ള പൈനിയർ ബജാജിലാണ് ഞാൻ നിലവിൽ നമ്മുടെ വണ്ടിക്ക് സർവീസിന് കൊടുക്കുന്നത്. അവിടുത്തെ സർവീസും എനിക്ക് അത്യാവശ്യം ഓക്കെയാണ് കേട്ടോ. അത്യാവശ്യം ഓക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ദീദി ബജാജിൽ നിന്നാണ് ഞാൻ വണ്ടി എടുത്തത്. ഇപ്പോൾ ദീദി ബജാജ് ഇല്ല. സോ ഞാൻ പൈനിയറിലാണ് ഇപ്പോൾ വണ്ടിയൊക്കെ സർവീസ് ചെയ്യാൻ കൊടുക്കുന്നത്. അവിടുത്തെ സർവീസും എനിക്ക് ഓക്കെയാണ്. സർവീസിൻ്റെ ഭാഗത്ത് എനിക്ക് വേറെ വിഷയമൊന്നും വന്നിട്ടില്ല ഇതുവരെ. നമ്മുടെ മുന്നേ, അതായത് ഞാൻ പൈനിയർ ബജാജ് കൈമനത്ത് വരുന്നതിന് മുന്നേ കണ്ണേറ്റ് മുക്കുള്ള പൈനിയർ ബജാജിലാണ് ഞാൻ വണ്ടിയുടെ ടൈമിംഗ് ചേഞ്ച് കംപ്ലൈൻറ്റായി സെറ്റ് ചെയ്യാനായിട്ട് കൊടുത്തത് കേട്ടോ. അപ്പം അവിടെ എന്ന് വെച്ചാൽ എനിക്ക് 2-3 ദിവസം ഡിലേ ആയി. അവർ പറഞ്ഞത് അവരുടെ മെയിൻ വർക്ക്ഷോപ്പിലുള്ള ആളില്ല, അതുകൊണ്ടാണ് ഡിലേ ആയെന്നാണ് അവർ നമുക്ക് തന്ന ആ ഒരു മറുപടി കേട്ടോ. എന്നിരുന്നാലും ഞാൻ ഓക്കെയാണ്. എനിക്ക് വേറെ വിഷയമൊന്നും വന്നിട്ടില്ല, വേറെ സംഭവങ്ങളൊന്നും വന്നിട്ടില്ല. എനിക്കത് ഓക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. 3 ദിവസം കഴിഞ്ഞിട്ടാലും വണ്ടി ആ ടൈമിംഗ് ചെയ്ത് മാറി തന്നതിന് ശേഷം വേറെ വിഷയമൊന്നും വന്നിട്ടില്ല ഇതുവരെ. പിന്നെ ഞാൻ വണ്ടികളൊക്കെ എന്തെങ്കിലുമൊക്കെ പണികളുണ്ടെങ്കിലും ചെറിയ പണിയാണെങ്കിൽ പോലും ഞാൻ വർക്ക്ഷോപ്പ് കാണിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ പൈനിയർ ബജാജിൽ തന്നെയാണ് കേട്ടോ. അതായത് ഷോറൂമിലാണ് ഞാൻ കാണിക്കുന്നത്. മാക്സിമം വണ്ടിയുടെ വാറൻറ്റി പീരീഡ് ഉള്ളത് വരെ, അതായത് എൻ്റെ വണ്ടി എന്ന് വെച്ചാൽ 6 വർഷത്തെ വാറൻറ്റിയാണ്. 1 വർഷം എക്സ്റ്റെൻഡ് വാറൻറ്റി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ട് 1 വർഷമായിട്ടുണ്ട്. ഈ 1 വർഷം കഴിഞ്ഞ് ഇനി എനിക്ക് 5 വർഷം ഇനി വാറൻറ്റി ഉണ്ട് കേട്ടോ. അതായത് ഒരു പുതിയ വണ്ടിക്ക് കിട്ടുന്ന വാറൻറ്റി എനിക്ക് ഇനിയും നമ്മുടെ വണ്ടിയിൽ ബാലൻസ് ഉണ്ട് 5 വർഷത്തെ. ഈ 5 വർഷം ഒരു മെയിൻ പണി പറഞ്ഞാൽ ഞാൻ ഷോറൂമിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കും കേട്ടോ. ബിക്കോസ് ഷോറൂമിൽ നമുക്ക് വണ്ടി കിട്ടാനായിട്ട് ലേറ്റ് ആവും. പിന്നെ അതുമാത്രമല്ല വണ്ടി ഭയങ്കര പൈസകളാണ് പാർട്സിനൊക്കെ. എന്നിരുന്നാലും നമുക്കൊരു വിശ്വാസം കേട്ടോ അപ്പോൾ ഷോറൂമിൽ തന്നെ കൊടുക്കുമ്പോൾ. പിന്നെ ഞാൻ ഈ കസ്റ്റമൈസേഷൻ വർക്കൊക്കെ പുറത്തുനിന്ന് തന്നെ ആയിരിക്കും ചെയ്യുന്നത്. മാക്സിമം നമ്മുടെ സനൽ ബ്രോ അടുത്തുനിന്നോ അല്ലെങ്കിൽ ഏജയുടെ അടുത്തുനിന്നോ ഒക്കെ ആയിരിക്കും ഞാൻ കസ്റ്റമൈസേഷനൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോയിൽ ഒത്തിരി പേര് കമൻറ്റൊക്കെ ചെയ്യുന്നുണ്ട്, ബ്രോ വണ്ടി കുറച്ചുകൂടെ ലുക്ക് ഇറക്കണം എന്നൊക്കെ. സോ നമ്മൾ ഇനിയുള്ള വീഡിയോയിൽ അത് ചെയ്യും. കാരണം 1 വർഷം എനിക്ക് വണ്ടി സ്റ്റോക്കായിട്ട് കൊണ്ടുനടക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ 1 വർഷമായിട്ടുണ്ട് നമ്മുടെ വണ്ടി സ്റ്റോക്കായിട്ട് കൊണ്ടുനടക്കുകയാണ്.
പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ ഇൻഷുറൻസ് ആണ്. നമ്മളെ വണ്ടിക്ക് പുതിയ വണ്ടിക്കുള്ള ഇൻഷുറൻസ് എന്ന് വെച്ചാൽ 5 വർഷമാണ് വണ്ടിക്ക് ഇൻഷുറൻസ് വരുന്നത്. അപ്പം ഫസ്റ്റത്തെ 1 വർഷം ഫുൾ ഇൻഷുറൻസ്, ബാക്കി 4 തേർഡ് പാർട്ടിയാണ് കേട്ടോ. മാക്സിമം നിങ്ങൾ ഏത് വണ്ടി ആയിക്കോട്ടെ, ഇപ്പോൾ കമ്മ്യൂട്ടർ ബൈക്ക് ആയിക്കോട്ടെ, സ്പോർട്സ് ബൈക്ക് ആയിക്കോട്ടെ, എന്ത് വണ്ടി ആയാലും മാക്സിമം വണ്ടികളൊക്കെ ഫുൾ ഇൻഷുറൻസിൽ തന്നെ വയ്ക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ബിക്കോസ് അഥവാ എങ്ങാനും ഒരു തട്ടലോ മുട്ടലോ ഒക്കെ പറ്റിയാലും നമുക്ക് നമ്മുടെ സേഫ്റ്റി, നമ്മുടെ വണ്ടിയുടെ സേഫ്റ്റി ഒക്കെ ഫുൾ ഇൻഷുറൻസിലാകുമ്പോൾ നമുക്കത് കവറപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു പണികളോ മേജർ പണികളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഫുൾ ഇൻഷുറൻസ് ആണെങ്കിൽ അതൊക്കെ കമ്പനിയിൽ തന്നെ അവർ ചേഞ്ച് ചെയ്ത് തരും കേട്ടോ. അപ്പം ഞാൻ എന്തായാലും അത് ചേഞ്ച് ചെയ്ത് ഫുൾ ഇൻഷുറൻസ് എടുക്കാനായിട്ട് ഇന്ന് പോവുകയാണ്. എന്തായാലും ഞാൻ അതൊരു ഷോർട്ടായിട്ട് ഇടാം കേട്ടോ. ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിടാം. എത്ര രൂപയാണ് ഫുൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ തേർഡ് പാർട്ടിമാർ ഫുൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ, തേർഡ് പാർട്ടിയുടെ പൈസ പോയിട്ട് ഫുൾ ഇൻഷുറൻസിൽ തേർഡ് പാർട്ടിയുടെ പൈസ പോയിട്ടായിരിക്കും ബാലൻസ് എമൗണ്ട് നമ്മൾ അടയ്ക്കേണ്ടി വരണം കേട്ടോ. പിന്നെ അത് മാത്രമല്ല കേട്ടോ, നമ്മുടെ ഈ വീഡിയോ കാണുന്നതിൽ ഭൂരിഭാഗം പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് വീഡിയോ കാണുന്നത് കേട്ടോ ഗൈസ്. മാക്സിമം നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെന്ന് ഉറപ്പ് വരുത്തുക. അത് മാത്രമല്ല, നമ്മുടെ ചാനലിൽ ഇപ്പോൾ വ്യൂസൊക്കെ നല്ല കുറവാണ്. കാരണം ഞാനിപ്പോൾ ഏകദേശം 1 മാസം അടുപ്പിച്ച് വീഡിയോ ഇടാതിരുന്നതുകൊണ്ട് നമ്മുടെ യൂട്യൂബ് നമ്മളെ പ്രൊമോട്ട് ചെയ്യും കേട്ടോ. അതായത് നമുക്കിനി യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രൊമോട്ട് വരില്ല, നമ്മൾ താനെയൊക്കെ പ്രൊമോട്ട് ചെയ്താൽ കയറിക്ക് കൊള്ളാം കേട്ടോ. സോ മാക്സിമം ഇപ്പോൾ വീഡിയോ കാണുന്ന ഒരാളായാലും ഈ ഒരാൾ ഷെയർ ചെയ്ത് അത് 2 പേര് കാണും കേട്ടോ. മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ഉടനെ തന്നെ നമുക്ക് 1000K സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഞാനൊരു ഗിവ് അവേ സെറ്റ് ചെയ്യും കേട്ടോ. ഇപ്പോൾ ഗിവ് അവേ ഞാനൊരു പ്രൊമോഷനുണ്ട് കാര്യങ്ങൾക്കൊന്നും ചെയ്യണമല്ല. എന്തായാലും എനിക്കും ഒരാഗ്രഹമുണ്ട് കേട്ടോ നമ്മുടെ ചാനലിലൊരു ഗിവ് അവേ ചെയ്യാനായിട്ട്. സോ ഞാനൊരു ഗിവ് അവേ നമ്മുടെ 1000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഞാനത് ചെയ്യുന്നതായിരിക്കും. എന്തായാലും നമ്മളിപ്പോൾ 600 സംതിങ് സബ്സ്ക്രൈബേഴ്സിൽ നിൽക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ വൈകാതെ തന്നെ 1000 സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. സോ നമ്മൾ അത്രയും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഗിവ് അവേ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ഡൊമിനോറിൻ്റെ 1 ഇയർ യൂസർ എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് മാത്രമല്ല, ഞാൻ ഇതിൽ എന്തെങ്കിലും പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ കമൻ്റായിട്ട് പറയുക. നമുക്ക് കമൻ്റ് ഇട്ടാൽ മാത്രമേ നമുക്ക് എന്താണ് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുള്ളതെന്ന് മനസ്സിലാക്കി എനിക്കത് പറഞ്ഞു തരാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അത് മാത്രമല്ല, ഇപ്പോൾ എൻ്റെ വണ്ടിക്ക് കിട്ടുന്ന മൈലേജും കൂടി പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ എൻ്റെ ചെയ്യാം. എൻ്റെ വണ്ടിക്ക് ഞാൻ ഓടിക്കുന്ന ആ ഒരു രീതിയൊക്കെ വെച്ചിട്ടായിരിക്കണം എൻ്റെ വണ്ടിക്ക് മൈലേജ് ഭയങ്കര കുറവാണ് കേട്ടോ. അതായത് 31-32ഒക്കെയാണ് ഡൊമിനോർ 250 എനിക്ക് കിട്ടുന്ന മൈലേജ്. നമ്മളെ വണ്ടി ഇപ്പോൾ സർവീസ് ചെയ്തുള്ളൂ. നല്ല രീതിക്ക് തന്നെ ചെളിയുള്ള റോഡിൽ കൂടെയാണ് പോകണം കേട്ടോ. ഏതായാലും വീട്ടിൽ കൊണ്ടിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം അടിച്ച് കഴിവാം. നമ്മുടെ 32-31ഒക്കെയാണ് എനിക്ക് കിട്ടുന്ന ഹൈവേ മൈലേജ്. 32 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 33 കിട്ടാനും സാധ്യതയുണ്ട് കേട്ടോ. ഹൈവേ മൈലേജാണ്. എൻ്റെ വീട് ഹൈവേയുടെ അടുത്താണ്. ഞാൻ മാക്സിമം ഹൈവേയിലാണ് ഓടിക്കുന്നത്. പിന്നെ ഇതിപ്പോൾ എന്തായാലും ഒരു വീഡിയോ എടുക്കാനായിട്ട് എങ്ങനെയാണ് ഹൈവേയിലോട്ട് കയറാത്ത കേട്ടോ. സോ ഇതാണ് എനിക്ക് കിട്ടുന്ന മൈലേജ്. നോക്കണമെങ്കിൽ മൈലേജ് ഇപ്പം ഡൊമിനോർ 250 40-42 ഒക്കെ കിട്ടുന്ന പയ്യന്മാരുണ്ട് കേട്ടോ. എൻ്റെ ഫ്രണ്ട്സിൽ തന്നെ ഒത്തിരി പയ്യന്മാരുണ്ട് 40-42 കിട്ടുന്ന പയ്യന്മാർ. സോ അവന്മാരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞാൽ അതിൻ്റെ ഓട്ടിപ്പ് കൊണ്ടായിരിക്കുമെന്ന്. കാരണം ഒരു 5000 RPM താഴെ നിന്ന് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് മൈലേജ് കിട്ടും കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് RPM കട്ട് ചെയ്ത് 5000 RPM മുകളിലേക്ക് കയറാറുണ്ട്. സോ അതുകൊണ്ടായിരിക്കണം എനിക്ക് മൈലേജ് കുറവുള്ളത്. എന്തായാലും എൻ്റെ ഈ മൈലേജ് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ പ്രത്യേകിച്ച് ഞാൻ ഡോമിനർ എടുത്തത് മൈലേജ് ഉണ്ടെന്നല്ല കേട്ടോ. എനിക്കറിയാം മൈലേജ് കുറവായിരിക്കും. ഡോമിനറിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് എടുത്തത്. ഇപ്പോൾ ഈ വണ്ടികൾ എടുക്കുന്ന ആര് തന്നെ ആയാലും മാക്സിമം നിങ്ങൾ ഡൊമിനോർ ഇഷ്ടപ്പെട്ട് വണ്ടി എടുക്കാനായിട്ട് ഇരിക്കുക കേട്ടോ. അതായത് നമുക്ക് ഡൊമിനോറെ കിട്ടൂ എന്ന് പറഞ്ഞെടുക്കരുത്. ഇപ്പോൾ 250cc ഒത്തിരി വണ്ടികളുണ്ട്. ഒത്തിരി വണ്ടികൾ നമ്മുടെ കരിസ്മ വരെ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് CC അനുസരിച്ച് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ഓപ്ഷൻസ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾ വണ്ടികളുടെ ഇഷ്ടം കൊണ്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഡൊമിനോർ എടുത്താൽ മതി. കാരണം ഡൊമിനോർ കൊണ്ടു നടക്കാനൊക്കെ അത്യാവശ്യം പാടാണ് കേട്ടോ. അത്യാവശ്യം പാടാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വെയിറ്റ് ഉള്ളതുകൊണ്ടായിരിക്കണം ഹാൻഡിൽ ചെയ്യാനൊക്കെ നമുക്ക് അത്യാവശ്യം ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ തോന്നും. ഹാൻഡിൽബിൾ ആയിട്ടുള്ളവർക്ക് ഇത് കുഴപ്പമില്ല. ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞ കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ വീഡിയോയിൽ എന്തെങ്കിലും പറയാനായിട്ട് മിസ്സിങ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അത് പറയാൻ കേട്ടോ. പിന്നെ ഡൊമിനോറായിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് സംശയമാണ് നിങ്ങൾക്ക് എൻ്റെ ചോദിക്കാം. കാരണം ഞാൻ ഒരു ഡൊമിനോർ യൂസറാണ്. എനിക്ക് ഡൊമിനോറിനെ പറ്റി അറിയുന്ന കാര്യങ്ങൾ മൊത്തം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. എന്ത് സംശയമായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. ഇപ്പോൾ ബജാജിൻ്റെ സർവീസ് സെൻറ്റർ ആയിക്കോട്ടെ, ബജാജിൻ്റെ ഷോറൂം ആയിക്കോട്ടെ, എന്ത് ബജാജുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയമായിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മളെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അത് മാത്രമല്ല, നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും കൂടെ ജോയിൻ ചെയ്ത് അതും കൂടെ ഒന്ന് പവറാക്കി എടുക്കുക. സോ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. നമ്മുടെ വീഡിയോ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തെന്ന് ഉറപ്പ് വരുത്തട്ടെ. ബൈ.